നമസ്കാരം. കേരള ടോക്കിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഉണ്ടായ അഗ്നിബാധയുടെ വാർത്തയിൽ നാമെല്ലാവരും വളരെ ദുഃഖിതരാണ്. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കോർത്തിണക്കാൻ വേണ്ടി, വീട്ടിലെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടി, നല്ലൊരു വീട് വെക്കുന്നതിന് വേണ്ടി, മക്കളെയും സഹോദരിമാരെയും കല്യാണം നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ സമ്പാദ്യമുണ്ടാക്കാൻ കുടുംബവും കൂട്ടുകാരെയും വിട്ട്, നാടിനെയും നാട്ടുകാരെയും വിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന, കഠിനമായ ചൂടും വെയിലും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികളാണ് മരണപ്പെട്ടത്. അതിൽ നമ്മുടെ മലയാളികളും ഉൾപ്പെട്ടപ്പോൾ നമ്മുടെ ദുഃഖവും വിഷമവും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എങ്ങനെയെന്ന് നാം എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള MBTC എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന കുവൈത്തിലെ ലേബർ ക്യാമ്പിലാണ് ദുരന്തം ഉണ്ടായത്. കുവൈത്തിലെ മംഗഫ് എന്ന സ്ഥലത്തുള്ള ഫ്ളാറ്റിലാണ് കമ്പനിയിലെ കൂടുതൽ മലയാളികളും താമസിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഈജിപ്ത് സ്വദേശിയുടെ കിച്ചണിൽ ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗ തീ പിടിക്കുകയും അതിൽ നിന്നും മറ്റുള്ള ഗ്യാസ് അടുപ്പുകളിലേക്ക് തീ പടർന്ന് പിന്നീട് അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പ്രാദേശിക സമയം പുലർച്ചെ 4 മണിക്ക് സംഭവിച്ചതിനാൽ പലരും ഗാഢനിദ്രയിലായിരുന്നു. എന്നാൽ കാലത്ത് ജോലിക്ക് പോവാൻ ഉണർന്നവരും ഉണ്ടായിരുന്നു. ഉറക്കിലായിരുന്ന പലരും പുക ശ്വസിച്ചു ശുദ്ധവായു കിട്ടാതെ തൽക്ഷണം മരിച്ചുവെന്നും, ഉണർന്നവർ പലരും രക്ഷപ്പെടുന്നതിന് വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ തീയിൽ അകപ്പെട്ടുകൊണ്ടും പുക ശ്വസിച്ചുകൊണ്ടും മരണപ്പെട്ടവർ ഉണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചില ആളുകൾ പ്രാണരക്ഷാർത്ഥം ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ചാടുകയും ബാൽക്കണിയിലും മറ്റും തലയിടിച്ച് മരണപ്പെട്ടവരുമുണ്ട് എന്നാണ് പ്രവാസികൾ പറയുന്നത്. മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ ആളുകൾ മാരകമായ പരിക്കുകളേറ്റവരും പൊള്ളലേറ്റവരുമുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൂടാനും സാധ്യത ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 195 പേർ താമസിച്ച ഈ കെട്ടിടത്തിൽ 49 പേർ മരിച്ചെന്നും 146 പേർ സുരക്ഷിതരാണെന്നും ഔദ്യോഗിക റിപ്പോർട്ടുകൾ വരുമ്പോഴും മലയാളികളുടെ മരണസംഖ്യ വർദ്ധിച്ചു വരുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ച രാവിലെ അപകടം സംഭവിച്ചപ്പോൾ ആരെല്ലാമാണ് അപകടത്തിൽപ്പെട്ടത് എന്നറിയാതെ കുവൈത്തിലെ പ്രവാസികളുടെ വീട്ടിലുള്ളവർ എല്ലാവരും വളരെ വിഷമത്തിലായിരുന്നു. പലരും വീട്ടിലേക്ക് ബന്ധപ്പെട്ടു ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് അറിയിച്ചപ്പോഴാണ് കുടുംബങ്ങൾക്ക് ആശ്വാസമായത്. എന്നാൽ രാത്രി വളരെ വൈകിയാണ് മരണപ്പെട്ടവരുടെ വിവരങ്ങൾ കുടുംബങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രികളിൽ മുഴുവൻ തിരഞ്ഞിട്ടും ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്താൻ പറ്റാതെ പലരും അലറിക്കരയുന്ന ഭയാനകമായ കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണീർ കടലായി മാറി. അങ്ങനെ അവസാന നിമിഷത്തിൽ മോർച്ചറിൽ തിരഞ്ഞപ്പോഴാണ് പലരുടെയും ചേതനയേറ്റ ശരീരം കണ്ടെത്താൻ കഴിഞ്ഞത്. അപകടം നടന്ന ബുധനാഴ്ച 11 മലയാളികളാണ് മരിച്ചത് എന്ന് റിപ്പോർട്ടായിരുന്നെങ്കിലും വ്യാഴം വൈകുന്നേരം ആവുമ്പോഴേക്ക് മലയാളികളുടെ മരണസംഖ്യ 24 ഉയർന്നു. ഇനിയും മലയാളികളുടെ മരണസംഖ്യ ഉയരാനാണ് സാധ്യത എന്നാണ് കുവൈത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ സൂചിപ്പിക്കുന്നത്. ഇനിയും മരണസംഖ്യ വർദ്ധിക്കരുത് എന്ന പ്രാർത്ഥനയോടെ കഴിയുകയാണ് മലയാളി സമൂഹം. നമ്മുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ വളരെ വലിയ ശ്രദ്ധയാണ് നൽകുന്നത്. നമ്മുടെ വിദേശകാര്യമന്ത്രിയും കേരളത്തിൻ്റെ പ്രതിനിധി സംഘവും ആവുന്നത്രയും ചെയ്യാൻ സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മരണപ്പെട്ട എല്ലാവരുടെയും മൃതശരീരങ്ങൾ സൈനിക വിമാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നാട്ടിൽ എത്തിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.